രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് കാറിൽ പെട്രോൾ തീർന്ന് ശ്രദ്ധിച്ചത്. പെട്രോൾ പമ്പിൽ കയറി കാറിൽ പെട്രോൾ അടിച്ചു. പെട്രോൾ അടിച്ച ശേഷം വാഹനം റോഡിലേക്ക് ഇറക്കി. ഡ്യൂട്ടിക്ക് പോകുന്ന ആളുകളുടെ വാഹനങ്ങൾ കാണുന്നുണ്ട്. അധികം തിരക്കൊന്നുമില്ല. ഞാൻ വാഹനം മെയിൻ റോഡിലേക്ക് കയറ്റി. മെയിൻ റോഡിൽ അത്യാവശ്യം തിരക്ക് കാണുന്നുണ്ട്. സെക്കൻഡ് സ്ട്രീറ്റ് സിറ്റിയിലേക്ക് പോകുന്ന റോഡാണ്. അതുകൊണ്ട് ഈ റോഡിൽ അത്യാവശ്യം തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഈ ഇടതുവശത്ത് കാണുന്നതാണ് ഇത്ര കിങ് അബ്ദുൽ അസീസ് കൾച്ചറൽ സെന്റർ. ഇതിനകത്ത് വ്യത്യസ്ത തരത്തിലുള്ള കൾച്ചറൽ പ്രോഗ്രാമുകൾ നടക്കാറുണ്ട്. ഇതിനകത്തൊരു മ്യൂസിയം, തിയേറ്റർ, ഇങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. എൻ്റെ വാഹനം മുന്നോട്ട് കുതിച്ചു. ഇനി ദഹ്റാൻ ജുബൈൽ എക്സ്പ്രസ് വേയിലേക്ക് എക്സിറ്റ് എടുക്കണം. സെക്കൻഡ് ഇൻഡസ്ട്രിയൽ സിറ്റി, അബക്കേക്ക്, അൽ ഹസ്സ തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡാണിത്. ഞാൻ ഇവിടെ നിന്നും ജുബൈൽ ഹൈവേയിലേക്ക് എക്സിറ്റ് എടുത്തു. ഈസ്റ്റേൺ പ്രൊവിൻസിലെ ഏറ്റവും തിരക്കേറിയ ഒരു റോഡാണിത്. ദഹ്റാനിൽ നിന്നും ജുബൈൽ ഇൻഡസ്ട്രിയൽ സിറ്റിയെ കണക്ട് ചെയ്യുന്ന റോഡ്. ഇൻഡസ്ട്രിയൽ സിറ്റിയിലേക്ക് പോകുന്ന ഒരു മൊബൈൽ ക്രെയിൻ ഞങ്ങളെ കടന്നുപോയി. ഇതാണ് അൽക്കോദാരി ഹെവി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഇവിടെ അരാംകോ പ്രൊജക്റ്റുകൾക്ക് വേണ്ടി പെട്രോളിയം സ്റ്റോറേജ് ടാങ്കുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണിത്. എൻ്റെ വാഹനം റിയാദ് എക്സ്പ്രസ് വേയിലേക്ക് കടന്നു. ഈ റോഡിലൂടെ മരുഭൂമിയെ കീറിമുറിച്ചുകൊണ്ട് കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ എൻ്റെ സൈറ്റിലെത്താൻ സാധിക്കൂ. റോഡിൽ ധാരാളം സ്പീഡ് ക്യാമറകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ വാഹനത്തിൻ്റെ സ്പീഡ് 128 സെറ്റ് ചെയ്തു. സൗദി അറേബ്യ അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മരുഭൂമിയുടെ ഇരുവശത്തും ധാരാളം കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. 2030 ഇവിടെ വേൾഡ് കപ്പ് വരുന്നുണ്ട്. അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനാവശ്യമായ കെട്ടിടങ്ങളും ഹോട്ടലുകളുമെല്ലാം ഇവിടെ ധാരാളം നിർമ്മിക്കപ്പെടുന്നുണ്ട്. റിയാദ് റോഡിൽ നിന്നും ഞാൻ എൻ്റെ സൈറ്റിലേക്കുള്ള റോഡിലേക്ക് എക്സിറ്റ് എടുത്തു. സ്ഥിരം കാണാറുള്ള ആട് മാർക്കറ്റാണ് ഇടതുവശത്ത് കാണുന്നത്. ആട് മാർക്കറ്റ് നന്നായി സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ റോഡിൽ എപ്പോഴും ട്രക്കുകളുടെ തിരക്കായിരിക്കും. കുറച്ച് കാറുകളെയും വഹിച്ചുകൊണ്ട് 1-2 ട്രക്കുകൾ എന്നെ കടന്നുപോയി. പ്ലാന്റിൽ നിന്നും സൈറ്റിലേക്ക് പൈപ്പുമായി പോകുന്ന ഒരു വലിയ ട്രക്കാണ് കടന്നു വരുന്നത്. കോൺക്രീറ്റ് കോട്ട് ചെയ്ത ഭീമാകാരമായ പൈപ്പുമായി ഈ ട്രക്ക് എന്നെ കടന്നുപോയി. അൽ കഹ്താനി ഗ്രൂപ്പിന്റെ തന്നെ പൈപ്പുകൾ നിർമ്മിക്കുന്ന വലിയൊരു കമ്പനി ഈ സൈറ്റിനടുത്തുണ്ട്. അൽ കഹ്താനി PCK എന്ന ഈ കമ്പനിയുടെ പൈപ്പുകളാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. സൈറ്റിലേക്ക് പ്രവേശിച്ച ശേഷം പതിവ് പാർക്കിംഗ് സ്പേസിലേക്ക് ഞാൻ എൻ്റെ വാഹനം പാർക്ക് ചെയ്തു. ഒരുപാട് പൈപ്പുകൾ ലോഡ് ഔട്ടിന് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഓഫീസിലേക്ക് നടന്നു. തലേന്നത്തെ ഇൻസ്പെക്ഷന്റെ ഒരുപാട് ഡോക്യുമെന്റുകൾ സൈൻ ചെയ്യാനുണ്ട്. ഞാൻ ഡോക്യുമെന്റ് എല്ലാം റിവ്യൂ ചെയ്ത് സൈൻ ചെയ്തു. ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഞാൻ എൻ്റെ വാഹനം സാധാരണ പോകുന്ന റോഡിലേക്ക് കയറ്റി. വലതുഭാഗത്ത് കാണുന്നത് സ്ഥിരം കാണുന്ന അതേ ആട് മാർക്കറ്റ്. ഈ ആട് മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ആളുകളെ സമ്മതിക്കണം. ഈ പൊള്ളുന്ന വെയിലത്ത് ഒരു എയർ കണ്ടീഷൻ സംവിധാനവുമില്ലാതെ ഇവർ ഈ ടെന്റിൽ ജീവിച്ചു കൂട്ടുകയാണ്. മരണം വരെ പൊള്ളുന്ന ചൂടിലും അതിശൈത്യത്തിലും ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ. എൻ്റെ വാഹനം ഏകദേശം കോബാറിലെത്താറായി. അപ്പോഴാണ് റഫമോൾ വിളിച്ചു പറഞ്ഞത് എനിക്ക് ബിരിയാണി വാങ്ങണം. അപ്പോൾ ബിരിയാണി വാങ്ങാൻ വേണ്ടി ഞാൻ മലബാർ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. മലബാർ റെസ്റ്റോറൻറ്റിലേക്ക് കയറിയപ്പോൾ അവിടെ ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. വൈകുന്നേരം 4 മണിക്കും ലഞ്ച് കഴിക്കുന്നവരും ചായ കുടിക്കുന്നവരുമെല്ലാം അവിടെയുണ്ട്. ഒരു കണ്ണാടി അലമാരയിൽ വ്യത്യസ്ത തരത്തിലുള്ള പലഹാരങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ അതിൽ നിന്നും ഒരു പപ്സും പിന്നെ ഒരു ചായയും ഓർഡർ ചെയ്തു.
ചായ കുടിച്ച ശേഷം അവിടെ നിന്നും ബിരിയാണി പാർസൽ വാങ്ങി കൗണ്ടറിൽ പോയി ബില്ല് പേ ചെയ്ത ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ബിരിയാണി കാറിൽ വെച്ച ശേഷം ഞാൻ വാഹനം തിരിച്ചു നേരെ റൂമിലേക്ക്. വൈകുന്നേരമായതുകൊണ്ട് ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഓഫീസുകളിൽ നിന്നും ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന ആളുകളെ കാണാം. ഞാൻ എൻ്റെ വാഹനം മെയിൻ റോഡിൽ നിന്നും ഞാൻ താമസിക്കുന്ന സ്ട്രീറ്റിലേക്ക് കയറ്റി. ഈ സ്ട്രീറ്റ് വളരെ ശാന്തമാണ്. കൂടുതലും സൗദികളും മറ്റു അറബ് രാഷ്ട്രങ്ങളിലെ പൗരന്മാരുമാണ് ഇവിടെ താമസിക്കുന്നത്. നല്ല നല്ല കെട്ടിടങ്ങളാണ് ഇവിടെ കൂടുതലും കാണാൻ സാധിക്കുക. റോഡിൻ്റെ ഇരുവശത്തും ഒരുപാട് അറബികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ഇതിലൂടെ അല്പം കൂടി മുന്നോട്ട് പോയി ആ പള്ളിയുടെ ഭാഗത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ അടുത്തേക്കെത്തും. ജോലി കഴിഞ്ഞ് നമ്മുടെ താമസ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണ്. നേരത്തെ എത്തിയില്ലെങ്കിൽ പാർക്കിംഗ് കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടും. ഈ ഇടതുവശത്ത് കാണുന്ന കെട്ടിടമാണ് ഞാൻ താമസിക്കുന്ന കെട്ടിടം. ഞാൻ ചെന്നപ്പോൾ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഞാൻ എൻ്റെ വാഹനം കെട്ടിടത്തിനടുത്തായി പാർക്ക് ചെയ്തു. വേഗം ബിരിയാണിയുമെല്ലാം എടുത്ത് ഞാൻ റൂമിലേക്ക് നടന്നു. ഡോർ തുറന്നു. കയ്യിലുള്ള ബിരിയാണി കണ്ടപ്പോൾ സഭയുടെ മുഖത്ത് നല്ല സന്തോഷം. അവൻ വേഗം ബിരിയാണി കഴിക്കാൻ ധൃതി കൂട്ടി. ബിരിയാണി കണ്ടപ്പോൾ റഫമോൾക്കും സന്തോഷമായി. പിന്നീട് ഞങ്ങളെല്ലാവരും ലേറ്റായി ബിരിയാണിയാണ് ലഞ്ച് കഴിച്ചത്. ഇന്നത്തെ യാത്രാനുഭവങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.